ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ വിജയാൻ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇന്നാണ് വിജയാൻ്റി തന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ എല്ലാവരെയും കൂട്ടിയിട്ട് എന്താ പറയുക സുലൈമാനിയിൽ പോയി. എന്നിട്ട് സുലൈമാനിയിൽ നിന്ന് നമ്മൾ ലോഡഡ് ഫ്രൈസും ചിക്കൻ ബർഗറും ദെൻ ഗ്രേപ്പ് ലൈമും അമ്മ ഒരു ചായയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർബായിട്ടുള്ള ഫുഡ്സ് ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഒക്കെ നൈസായിരുന്നു. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് എന്താ പറയുക ഫോട്ടോസ് എടുക്കാനായാലും എല്ലാത്തിനായാലും നല്ലൊരു നമുക്കിപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഗുരുവായൂർ മേൽപ്പാലം ഉണ്ടല്ലോ, മേൽപ്പാലത്തിൻ്റെ അടിയിലായിട്ട് പൊട്ടോഗോ പലരും കണ്ടിട്ടുണ്ടാവും. ആ പൊട്ടോഗോൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന റോഡില്ലേ, ആ റോഡ് നേരെ പോയിട്ട് ഏറ്റവും എൻഡിലായിട്ട് ഈ സുലൈമാനി മജ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയുണ്ട്. അതാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഗുരുവായൂർ വരുന്നവരെല്ലാം ഈ സുലൈമാനി മജ്ലിസിൽ വരാൻ നോക്കുക. അവിടുത്തെ ഫുഡ് നല്ലതാണ്, പക്ഷേ ഫുഡിനേക്കാളും നമുക്ക് എടുത്ത് പറയാനുള്ളത് അതിൻ്റെ ആംബിയൻസ് തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് പോകണം എന്നുള്ള ഒരു ഇത് വരും നമുക്ക്. പിന്നെ പറയുന്ന ഇവിടുത്തെ മെയിൻ സംഭവമാണ് ചായ. 20 ടൈപ്പ് ചായ ഉണ്ട് അതിൽ. ഓരോന്നും ഓരോരോ ടേസ്റ്റാണ്. പിന്നെ ഇവരെ സെർവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് അവർ ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നല്ല കെയർഫുള്ളായിട്ടാണ് അവർ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവരെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹോം ഡെലിവറിയും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ അവിടെ പോയി കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പ് അവർ. ഇവിടെ മെനുവിൽ മെയിനായിട്ടുള്ളത് വെറൈറ്റി ടൈപ്സ് ഓഫ് ടീസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും, പിന്നെ പലതരത്തിലുള്ള ബർഗേഴ്സ് ഉണ്ട്. ഇത് രണ്ടുമാണ് അടുത്ത മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, മൊജിറ്റോസ് വരുന്നുണ്ട്, ഷേക്സ് വരുന്നുണ്ട്. പല രീതിയിലുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക കഫേ റെസ്റ്റോറൻറ്റെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ റേറ്റെല്ലാം പറഞ്ഞിട്ടുള്ളത്. അത്ര എക്സ്പെൻസീവ് അല്ല, ചെറിയ രീതിക്കുള്ളൊരു ഇതുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഓക്കെ ആണെന്നുള്ളൊരു ഫീൽ ചെയ്യുന്നൊരു സംഭവം. പിന്നെ ഇത് പുറത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ മുമ്പിലിരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ടേബിളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഇപ്പുറത്തൊരു ഡോറുണ്ട്. ആ ഡോറ് ഇതാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള രീതിയിലുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആദ്യം പോയപ്പോൾ നമ്മൾ ഈ സംഭവമൊന്നും കണ്ടിട്ടില്ല. പിന്നെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് എയർ കണ്ടീഷനായിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ഫോളോ ചെയ്യുക. ബൈ.